പെബിൾസ് മലയാളം. കുട്ടികളെ, നിങ്ങൾ എപ്പോഴെങ്കിലും സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ടോ? വരൂ, നമുക്കൊരു സ്കൂൾ ചെന്ന് കാണാം. ഇതാണ് സ്കൂൾ കെട്ടിടം. ഈ സ്കൂൾ കെട്ടിടങ്ങൾക്കരികിലായി ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഈ സ്കൂൾ കെട്ടിടത്തിനകത്തേക്ക് ചെന്ന് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് റിസപ്ഷൻ അഥവാ സ്വീകരണ മുറി. ഇവരാണ് റിസപ്ഷനിസ്റ്റ്. ഇതാണ് സ്കൂളിന്റെ ഓഫീസ്. ഇവിടെ ധാരാളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. സ്കൂൾ ഫീസ് ഇവിടെയാണ് അടയ്ക്കുന്നത്. ഇതാണ് പ്രിൻസിപ്പലിന്റെ മുറി. ഇതാണ് സ്റ്റാഫ് റൂം. സ്കൂളിലെ അധ്യാപകരെല്ലാവരും ഇവിടെ കൂടിയിരുന്ന് എന്തോ ചർച്ച ചെയ്യുകയാണ്. ഇതാണ് ലൈബ്രറി, വായനശാല. ഇദ്ദേഹമാണ് ലൈബ്രറിയൻ. ലൈബ്രറി ഒരു ശാന്തമായ സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം. ഇതൊരു ലബോറട്ടറിയാണ്. ഇതാണ് കമ്പ്യൂട്ടർ ലാബ്. വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്നാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഇതാണ് അസംബ്ലി ഹാൾ. കലാപരിപാടികളും മീറ്റിംഗുകളും ഇവിടെയാണ് നടക്കുന്നത്. ഇതൊരു ബുക്ക് ഷോപ്പാണ്. നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും പെൻസിലും പേനയും ഒക്കെ ഇവിടെ കിട്ടും. ഇതൊരു മെഡിക്കൽ റൂമാണ്. ഇവിടെ വെച്ചാണ് ഡോക്ടർ വിദ്യാർത്ഥികളെ പരിശോധിക്കുന്നത്. ഇതാണ് കളിസ്ഥലം. ഈ മൈതാനത്തിൽ ഓടിക്കളിക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ നമുക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് കളികൾ കളിക്കാം. ഇതാണ് ക്ലാസ് മുറി. ടീച്ചർ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാം. കുട്ടികൾ ടീച്ചർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കണ്ടില്ലേ? ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ അനാവശ്യമായി സംസാരിക്കരുത്. ഈ ക്ലാസ് മുറിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ബ്ലാക്ക് ബോർഡ്. ഇതൊരു കസേരയാണ്. ഇതൊരു മേശയാണ്. ഇത് രജിസ്റ്റർ. ഇതാണ് ഡസ്റ്റർ. ഇതൊരു സ്റ്റൂളാണ്. ഇതൊരു ഡെസ്കാണ്. ഇതൊരു ബെഞ്ചാണ്. ഇത് ഒരു പേപ്പർ ഷീറ്റ്. ഇതൊരു പെൻസിലാണ്. ഇത് മായ്ക്കാനുള്ള എറേസർ. ഇതൊരു ചാർട്ട്. ഇതൊരു ഭൂപടം അല്ലെങ്കിൽ മാപ്പാണ്. ഇതൊരു പശക്കുപ്പിയാണ്. ഇതൊരു സ്ലേറ്റ് ആണ്. ഇതൊരു കോൾ ബെല്ലാണ്. ഇത് പേന. ഇത് പഞ്ചിങ് മെഷീൻ. ഇത് ബോൾ പെന്നാണ്. ഇതാണ് സ്റ്റേപ്ലർ. ഇത് ബ്രഷ്. ഇവയാണ് ക്രയോണുകൾ. ഇവ ചോക്ക് പീസുകളാണ്. ഇത് നോട്ട്ബുക്ക്. ഇത് സ്കെയിൽ. ഇത് ഗ്ലോബ് അഥവാ ഭൂഗോളം. കൂട്ടുകാരെ, പ്ലാനറ്റേറിയത്തിലേക്ക് സ്വാഗതം. പ്ലാനറ്റേറിയം എന്നത് ഒരു പ്രത്യേകതരം തിയേറ്ററാണ്. ഇതിന്റെ മേൽക്കൂരയാണ് തിരശ്ശീലയാകുന്നത്. തിയേറ്ററിന്റെ നടുവിലായി ഒരു പ്രത്യേകതരം മെഷീനുണ്ട്. ഈ മെഷീനാണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ബഹിരാകാശത്തെ മറ്റു കാഴ്ചകളുടെയും ഒക്കെ പടങ്ങൾ മുകളിലുള്ള തിരശ്ശീലയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. നക്ഷത്രങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പഠിക്കുന്നവർ ജ്യോതിശാസ്ത്രജ്ഞർ എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ഏതൊരു ഭാഗത്തും രാത്രി സമയത്ത് ആകാശം എങ്ങനെയിരിക്കുമെന്ന് കാണിച്ചു തരാൻ പ്ലാനറ്റേറിയത്തിലുള്ള സജ്ജീകരണങ്ങൾക്ക് കഴിയും. കുറച്ചുകാലം മുൻപ് വരെ നമ്മുടെ സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. മെർക്കുറി ബുധൻ, വീനസ് ശുക്രൻ, എർത്ത് ഭൂമി, മാർസ് ചൊവ്വ, ജൂപ്പിറ്റർ വ്യാഴം, സാറ്റൺ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 2006 പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിനാൽ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പേര് മാറ്റുകയുണ്ടായി. ഇനി ഈ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ. ബുധൻ, മെർക്കുറി. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് മെർക്കുറി അഥവാ ബുധൻ. ഇതാണ് 8ാമത്തെ വലിയ ഗ്രഹം. ബുധഗ്രഹത്തിന്റെ വ്യാസം സൗരയൂഥത്തിലുള്ള ഗാനിമിഡ്, ടൈറ്റൻ എന്നീ പ്രകൃത്യാലുള്ള ഉപഗ്രഹങ്ങളെക്കാൾ കുറവാണ്. സൂര്യനിൽ നിന്നും 2ാമത്തെ ഗ്രഹമാണ് വീനസ് അഥവാ ശുക്രൻ. ഇതാണ് 6ാമത്തെ വലിയ ഗ്രഹം. സൂര്യനിൽ നിന്നും 3ാമത്തെ ഗ്രഹമാണ് ഭൂമി, എർത്ത്. ഭൂമിയാണ് 5ാമത്തെ വലിയ ഗ്രഹം. നമ്മളെല്ലാവരും ഈ ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചൊവ്വാഗ്രഹം മാർസ്
സൂര്യനിൽ നിന്നും 4-ാമത്തെ ഗ്രഹമാണ് ചൊവ്വ. ഇതാണ് 7-ാമത്തെ വലിയ ഗ്രഹം. റോമക്കാരുടെ യുദ്ധദേവന്റെ പേരാണ് മാർസ്. ഈ പേരാണ് ചൊവ്വയ്ക്ക് നൽകിയിരിക്കുന്നത്. ജൂപ്പിറ്റർ, വ്യാഴം. സൂര്യനിൽ നിന്നും 5-ാമത്തെ ഗ്രഹമാണ് വ്യാഴം. നവഗ്രഹങ്ങളിൽ ഇതാണ് ഏറ്റവും വലിയ ഗ്രഹം. മറ്റെല്ലാ ഗ്രഹങ്ങളെയും ഒരുമിച്ച് വെച്ചാൽ അതിന്റെ ഇരട്ടി വലിപ്പമുണ്ട് ജൂപ്പിറ്റർ എന്ന വ്യാഴത്തിന്. റോമൻ ദൈവങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ജൂപ്പിറ്ററിന്റെ പേരാണ് വ്യാഴഗ്രഹത്തിന്. ആകാശത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ വെളിച്ചം വിതറുന്ന ഗ്രഹങ്ങളുടെ പട്ടികയിൽ 4-ാം സ്ഥാനത്താണിത്. ശനി, സാറ്റൺ. സൂര്യനിൽ നിന്നും 6-ാമത്തെ ഗ്രഹമായ ശനിയാണ് 2-ാമത്തെ വലിയ ഗ്രഹം. യുറേനസ്. സൂര്യനിൽ നിന്നും 7-ാമത്തെ ഗ്രഹമാണ് യുറേനസ്. വ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് 3-ാമത്തെ വലിയ ഗ്രഹം. നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും 8-ാമത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് 4-ാമത്തെ വലിയ ഗ്രഹം. യുറേനസിനേക്കാളും വ്യാസം കുറവാണെങ്കിലും നെപ്റ്റ്യൂണിന്റെ ഭാരം കൂടുതലാണ്. പ്ലൂട്ടോ. പ്ലൂട്ടോ ഒരു കാലത്ത് സൗരയൂഥത്തിലെ അംഗമായിരുന്നു. ഇപ്പോൾ അതിനെ ഒരു കുള്ളഗ്രഹം, ഡ്വാർഫ് പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്. ഗ്രഹം എന്ന പദവി നഷ്ടപ്പെട്ട പ്ലൂട്ടോയുടെ ഇപ്പോഴത്തെ പേര് 134340 പ്ലൂട്ടോ എന്നാണ്. പെബി ഓൺ ദി റോഡ്. റോഡിൽ പെബി. നമ്മൾ എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷമായി കഴിയുവാൻ വഴിയൊരുക്കുന്നത് നിയമങ്ങളാണ്. ഓരോരുത്തരും നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. ചുമന്ന വിളക്ക് കത്തുമ്പോൾ നിൽക്കുക, അല്ലെങ്കിൽ അപകടമുണ്ടായേക്കാം. മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ പുറപ്പെടാൻ തയ്യാറാവുക. പച്ച വിളക്ക് കത്തുമ്പോൾ മാത്രമേ സീബ്ര ക്രോസ് വഴി നടന്നു തുടങ്ങാവൂ. അപകടം പിടിച്ച സ്ഥലങ്ങളിലുള്ള മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും ഫുട്പാത്തിലൂടെ തന്നെ നടക്കുവാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും റോഡിൽ നിന്നുകൊണ്ട് കളിക്കരുത്. ഇത് അപകടം വിളിച്ചു വരുത്തും. ഇടത്തോട്ടും വലത്തോട്ടും പിന്നീട് വീണ്ടും ഇടത്തോട്ടും നോക്കിയ ശേഷമേ റോഡ് മുറിച്ചു കടക്കാവൂ. റോഡ് മുറിച്ചു കടക്കുവാനായി അടയാളപ്പെടുത്തിയിട്ടുള്ള സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ പുറകെ ഓടിച്ചെല്ലരുത്. എല്ലായ്പ്പോഴും വരിയായി ക്യൂ നിൽക്കണം. ആരെയും പിടിച്ചുന്തരുത്, അവർക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. പെബിൾസ് മലയാളം.